പിതൃകർമ്മത്തിന് മരണാനന്തര കർമ്മങ്ങൾക്ക് ഏറ്റവും ഇവിടെ കടലെടുത്ത് പോയിട്ടും ഇവിടെ ഒന്നുമില്ലാത്ത കാലത്തും ഈ മണ്ണിൽ ബലികർമ്മം ചെയ്യാറുണ്ടായിരുന്നു. മുഴുവൻ ആളുകളും ഇവിടെ വന്നിട്ട് ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രം പുനർനിർമ്മിച്ച് വന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ ബലികർമ്മം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇത് ശ്രാദ്ധബലി മാത്രമല്ല 11-ൻ്റെ 16-ൻ്റെ 41-ൻ്റെ അതേപോലെ സഞ്ചയനക്രിയ. ഈ സഞ്ചയനക്രിയക്കും ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. നിത്യേന നൂറുകണക്കിന് ആൾക്കാരാണ് ഇവിടെ വരുന്നത്. ഇവിടെ എല്ലാ ഭാഗത്തും ഇവർ കഴിഞ്ഞ 2 മാസം മുമ്പ് തിരുനെല്ലിയിൽ നിന്ന് പോലും ഇവിടെ ആൾ വന്നിട്ടുണ്ട് ബലിയുടെ. അപ്പോൾ തിരുനെല്ലിയിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്തോ ആൾ മനസ്സിലാക്കിയിട്ടാണ് വന്നിട്ടുണ്ടാവുക. അപ്പം അതുപോലുള്ള എല്ലാ കാര്യത്തിനാണെങ്കിലും ഇവിടെ തിലോഹോമത്തിനാണെങ്കിലും സൗകര്യമുണ്ട്, മറ്റ് ബലികർമ്മത്തിൻ്റെ എല്ലാ സൗകര്യമുണ്ട്. അതിൻ്റെ സാധനങ്ങൾ ഇവിടുന്ന് ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വരുന്നവർക്ക് മറ്റൊന്നുമില്ലെങ്കിലും അവർ കൈവീശി വന്നാൽ ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും പൂർണ്ണമാക്കി പോകാൻ കഴിയും. മനുഷ്യന് എങ്ങനെയാണോ പിതൃകർമ്മം ചെയ്യേണ്ടത് അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർ ചെയ്യണത് അവർക്ക് തൃപ്തിയാവേണ്ടതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൊടുക്കാനാണ് ആചാര്യ നിർദ്ദേശം ഞങ്ങൾക്ക് കിട്ടിയത്. അതുപ്രകാരം ഞങ്ങൾ ഓരോ വാക്കുകളും അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്യിക്കാറ്.